ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 1 കപ്പോളം വരും. ഇതിലേക്ക് ഞാൻ കുറച്ച് വാളംപുളി ഇട്ടിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല എരിവുള്ള പൊടിയാണ്. അപ്പം മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് കുറച്ച് ഉപ്പാണ് കേട്ടോ. അതൊരു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മുളക് പൊടിക്ക് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇതിലേക്ക് ഞാൻ അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തിളക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് നല്ല ബാലൻസ് ചെയ്തിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാതെ കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. വേണ്ട, നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കറികളൊന്നും വെക്കാറിയാത്ത കുട്ടികൾക്ക് വരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കൊള്ളി പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ തൃശ്ശൂർകാർ വളരെ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഇത് കൊള്ളി പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ എന്താ പറയുക, ഒരു കട്ടൻ ചായയും ഈ ചമ്മന്തിയും കൊള്ളി പുഴുങ്ങിയതും ആഹാ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക.